പുന്നമടയിൽ ഇനി ആവേശപ്പോരിന്റെ മണിക്കൂറുകളാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയോടനുബന്ധിച്ച് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ഇനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ലാൽ കൃഷ്ണ ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ മറ്റൊരു പ്രതിനിധിയും പുന്നമടക്കായലിലെ ഈ മത്സരത്തിന്റെ തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദിലേക്ക് ആദ്യം. ഷഫീദ്, ഈ നെഹ്റു ട്രോഫി വള്ളം കളിയോട് അനുബന്ധിച്ചുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ഇനങ്ങൾ അത് മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ജി.കെ. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട അത്യന്തം ആവേശകരമായ കാഴ്ചയാണ് ആലപ്പുഴ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപാണ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങിയത്. ഫിനിഷിംഗ് പോയിന്റിലെ പവനിയിൽ നമുക്ക് വലിയ തരത്തിലുള്ള പങ്കാളിത്തം, ആളുകളുടെ സാന്നിധ്യം അത് കാണാൻ സാധിക്കും. വലിയ ആവേശകരമായിട്ടുള്ള നീക്കങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ അത് 2 മണിയോടുകൂടിയായിരിക്കും അതിൻ്റെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. ഈ ആളുകൾ ഈ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥയൊക്കെ മറികടന്നുകൊണ്ട് അവരിങ്ങനെ ഈ വള്ളംകളി മത്സരം കാണാൻ എത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമായും ഇപ്പോൾ നടക്കുന്ന മത്സരം അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കുന്നത്. അല്പസമയത്തുള്ള അതിൻ്റെ വിജയി ആരാണെന്ന് നമുക്കറിയാൻ സാധിക്കും. നിരവധി VIP അടക്കമുള്ള ആളുകൾ ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത മഴയായിരുന്നു അല്പസമയം മുൻപ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ മഴയെ ഏതെങ്കിലും തരത്തിൽ അവർ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ക്ലബ്ബുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് അവരുടെ ആളുകളടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും കൂടുതൽ ആളുകൾ വരുന്നു. അവരോട് നമുക്ക് പ്രതികരണം തേടാം. ഇത് ഏത് ചുണ്ടിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്? ഏത് ചുണ്ടിന് വേണ്ടിയാണ് വന്നേക്കുന്നത്? ചുണ്ടൻ UBC. ഞങ്ങൾ ഇരുട്ടൂത്തി മത്സരം കാണാൻ വേണ്ടി വന്നേക്കണം. ആദ്യം നടക്കുന്ന ഇരുട്ടൂത്തിയാണല്ലോ. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഗോദ്രത്ത്. ഞങ്ങൾ ചവിട്ട് നാടകത്തിനെ സ്നേഹിക്കുന്നതും മഴ പ്രശ്നമാണോ? മഴ ഒരു പ്രശ്നമില്ല നമുക്ക്. ഞങ്ങൾ ചവിട്ട് നാടകത്തിനെ വള്ളം കളിയെ സ്നേഹിക്കുന്ന നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എവിടെ വരുന്നത്? കഴിഞ്ഞ തവണ ഈ ചുണ്ടവള്ളങ്ങളുടെ മത്സരത്തിലെ അത്യന്തം ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ വളരെ ഹാർഡായിരുന്നു. ഈ അവസാനം ഈ വിജയെ പ്രഖ്യാപിക്കാനൊക്കെ വലിയ പാടുപെടുന്ന 4 വരും. മേൽപ്പാടം, നീരണം, തലവടി, ഇതെല്ലാം കട്ടവിലേക്കുള്ളൂ. തലവടിയുടെ ആൾക്കാരാണോ? തലവടി ടീമാണ് ഞങ്ങൾ. UBC ആണ്. ഈ പ്രാവശ്യം പള്ളാത്തുരുത്തിനെ തോപ്പിക്കാൻ വേണ്ടി നല്ല പെർഫോമൻസും 3-4 മാസത്തെ അതിപരിണമായ അങ്ങനെ പലതരത്തിലുള്ള പ്രതീക്ഷകളടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ജി.കെ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പള്ളാത്തുരുത്തിയും അതേപോലെ തന്നെ VBCയും അവർ തമ്മിൽ കഴിഞ്ഞ തവണ നടന്ന ചില സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും മൈക്രോ സംഖ്യകളുടെ വ്യത്യാസം നമ്മൾ കണ്ടതാണ്. അതടക്കം ഇത്തവണയും ഉണ്ടാകും. അത്യന്തം ആവേശത്തോടുകൂടി, എല്ലാവിധത്തിലുള്ള ആവേശത്തോടും കൂടിയും ഇവിടെ ഈ വള്ളംകളിയെ സ്നേഹിക്കുന്ന, വള്ളംകളിയെ പ്രേമിക്കുന്ന ആളുകൾ ഇവിടേക്ക് എത്തി മണിക്കൂറുകൾ കാത്തിരുന്ന ഈ വള്ളംകളി മത്സരങ്ങൾ, പ്രത്യേകിച്ച് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ചില ടീമുകൾ അവരും ഇതിനകത്തുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനം. പള്ളാത്തുരുത്തി, മേൽപ്പാടം, UBC കൈനകരി, അതേപോലെ തന്നെ ഈ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ മത്സരം, അതേപോലെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി അവരുടെ മത്സരമടക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ വള്ളംകളി ഇവരുടെ നാടൻ പാട്ടടക്കമുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊന്നാണ് പാടാം, നമ്മളൊന്നാണ്. താത്തു കൊയ്യടി താളത്തി കൊയ്യടി നീട്ടി കൊയ്യടി നീളത്തി കൊയ്. നമ്മളൊന്നാണ് പാടാം, നമ്മളൊന്നാണ്. പാടിയല്ലോ തിന്തിന്. അങ്ങനെ അത്യന്തം ആവേശകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഈ നമ്മുടെ കോൺഗ്രസ് നേതാവ്, അതേപോലെ തന്നെ സരിൻ, അദ്ദേഹത്തിന്റെ പാർട്ട്ണർ, അതേപോലെ തന്നെ പ്രശസ്ത ഡോക്ടറുമായിട്ടുള്ള സൗമ്യ സരിൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വള്ളംകളി തുടങ്ങിയിട്ടില്ല, അറിയാം. പക്ഷെ ഇപ്പൊ തന്നെ വൈബ് അടിപൊളിയാണ്. ഈ പ്രധാനപ്പെട്ട ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ ഈ നമ്മളുടെ ഒരു വള്ളംകളി എങ്ങനെയാണ് നമ്മൾ ടൂറിസത്തെ അടയാളപ്പെടുത്തുന്നത്? സത്യത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ കുറെ ആക്ച്വലി ഔട്ട്സൈഡ് കേരള ആളുകളെ ഞാൻ കണ്ടു. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിന്റെ ഒരു തനിമയ പ്രൊജക്ട് ചെയ്യുന്ന പല സംഗതികളിൽ ഒന്നായിരിക്കും വള്ളംകളി. എക്സ്പീരിയൻസ് വേറെയാണ്. അതെ, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചമ്മല് തോന്നി. ഞാൻ ഇതുവരെ കേരളത്തിന്റെ നെഹ്റു ട്രോഫി വള്ളംകളി കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇത്തവണ എന്തായാലും വന്ന് കാണാന്ന് വിചാരിച്ചത്. മോളുണ്ട്,
സരി ഉച്ച കഴിയുമ്പോഴേക്കും പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ തന്നെ CPM-നോട് ചേർന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളാണ് സരിൻ. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രശസ്തരായ ഡോക്ടറാണ് സൗമ്യ സരിൻ. ഏതായാലും ഈ വിഷയത്തിൽ നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന ആളുകളുടെ ഒരു പങ്കാളിത്തം, ആളുകളുടെ ഒരു വലിയ നിര, അത് ഈ വള്ളംകളിയെ സ്നേഹിക്കുന്ന ആളുകളാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന് കാണാനിരിക്കുന്നത് 2 പേർ തമ്മിലുള്ള മത്സരമാണ്. അതൊരു പക്ഷേ പള്ളാത്തുരുത്തിയെ സംബന്ധിച്ച് അവർക്ക് ഇരട്ട ഹാട്രിക് എന്നുള്ള നേട്ടം. കേരളത്തിലെ ജലമാമാങ്കമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാൻ പോകുന്നു. 71ാമത് നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയോട് അനുബന്ധിച്ചുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ഇനങ്ങളാണ്. അത് തുടങ്ങാൻ പോകുന്നു. ഉദ്ഘാടന മാമാങ്കത്തിലേക്ക് കടക്കും. അതിനുശേഷമാണ് മത്സരങ്ങൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രിൽ അരങ്ങേറും. വൈകിട്ട് 4 മണിക്കാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഏതാണ്ട് 4 ലക്ഷത്തോളം കാണികളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വള്ളംകളി. അവിടെ സംഘാടകരുടെ കണക്കുകൂട്ടനുസരിച്ച് 4 ലക്ഷത്തിലധികം പേർ കാഴ്ചക്കാരായി ഉണ്ടാകും എന്നതാണ്. ജവഹർലാൽ നെഹ്റു ഒപ്പിട്ട അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളി ട്രോഫിയാണ് ഈ വള്ളംകളിയിൽ ജയിച്ചു കയറുന്ന ടീമിന് സമ്മാനമായി നൽകുക. ഇപ്പോൾ നമ്മൾ ഷഫീദ് റാവുത്തർ അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ഇനങ്ങളാണ്. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ഷഫീദ് റാവുത്തർ നൽകിയത്. ആവേശത്തോടു കൂടിയുള്ള ഒരു ഗാലറിക്ക് മുന്നിലാണ് ഈ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. വള്ളംകളിയുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെ അതിന്റെ മുഴുവൻ ആർപ്പുവിളികളും ഓളങ്ങളും എല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും 24 നടത്തിയിട്ടുണ്ട്. ഈ മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തത്സമയം ആ മത്സരങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും.